അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയായിരുന്നു: മൂലധന ചോർച്ച. കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ നിന്നും വലിയൊരു ശതമാനം അന്യ സംസ്ഥാന തൊഴിലാളികളിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പണമൊഴുകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. പലപ്പോഴായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുടിയേറ്റം ഇത്രമേൽ കേരളത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പിന്നെ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിൽ ആകൃഷ്ടരാകുന്നു എന്ന് നാം ചോദിക്കുമ്പോൾ, കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ പരമപ്രധാനമായി കേരളത്തിലെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി ഗൾഫ് പണം തന്നെയാണ് ഇന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളം കൈവരിച്ചിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ രംഗത്തുള്ള കൈവരണ തൊഴിൽ മേഖലകളിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കുടിയേറ്റത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ കൂടുതലായിട്ടും വിദ്യാഭ്യാസാധിഷ്ഠിതമല്ലാത്ത തൊഴിലുകളിലേക്കാണ്, ശാരീരികപരമായി ഉള്ള തൊഴിലിലേക്കാണ് അവർ കൂടുതലായിട്ടും കേരളത്തിൽ എത്തിപ്പെടുന്നത്. വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തൊഴിലെടുക്കാൻ സാധ്യമാകാത്ത, അതിലേക്ക് അവസരം നോക്കാത്ത പുതിയൊരു തലമുറയാണ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത നിലവാരത്തിനുമൊത്ത ഒരു തൊഴിലോ സാമൂഹിക ചുറ്റുപാടോ കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ കുടിയേറ്റത്തിന് കേരളം സാക്ഷിയാകുന്നത്. ഈ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിന് പകരം ഭരണകൂടം തങ്ങൾ നൽകുന്ന തൊഴിലിനനുഷ്ഠിതമായിട്ടുള്ള, വിദ്യാഭ്യാസത്തിനനുഷ്ഠിതമായ തൊഴിൽ സാഹചര്യം IT മേഖലയിലായിക്കോട്ടെ, അത്തരത്തിൽ ഗൾഫ് പണത്തെ ഡിപ്പെൻഡായി ഇന്ന് കേരളം വികസിക്കുന്നതിന് പകരം ഇവിടെ തന്നെ പുതിയ സംരംഭങ്ങൾ, അതിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി അവർക്ക് അനുയോജ്യമായ, പുതിയ തലമുറക്ക് തങ്ങൾക്ക് അനുയോജ്യമായൊരു സാമൂഹിക ജീവിതം ഇവിടെ നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം പൂർണ്ണമായിട്ടെന്നല്ല, ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ സാധിക്കും. തൻ്റെ സ്വയം ഇഷ്ടപ്രകാരം കുടിയേറുന്നതിനേക്കാൾ ഭയാനകരമാണ് തനിക്ക് തൻ്റെ സാഹചര്യം തന്നെ കുടിയേറ്റക്കാരനാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ് നാം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതും ആ പ്രശ്നത്തെയാണ് നാം ഇവിടെ പരിഹരിക്കേണ്ടതും. ഇതിനു വേണ്ടി ഭരണകൂടം ഇത്രമേൽ നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ കാഴ്ചവെക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.